ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകംതൊഴൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9:30 വരെയാണ് മകംതൊഴൽ. 1.5 ലക്ഷം ഭക്തർ ഇത്തവണ ദർശനത്തിന് എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നു. ജിജീഷ്, ഇങ്ങ് അനന്തപുരിയിൽ ഇവിടെ നാളെ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കുറേ അധികം ആളുകൾ എത്തിയിട്ടുണ്ട്. അവിടെ കൊച്ചിയെ സംബന്ധിച്ച്, എറണാകുളത്തെ സംബന്ധിച്ച് മകംതൊഴലാണ് വളരെ പ്രധാനം. അതിനുവേണ്ടിയും നിരവധി ഭക്തരാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. മകംതൊഴലിൻ്റെ വിശേഷങ്ങൾ ജിജീഷ്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ നടക്കുന്നത്. ഇവിടെ ചോറ്റാനിക്കര മകംതൊഴൽ, ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകംതൊഴൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000 ഒഴുകിയെത്തുന്ന ചോറ്റാനിക്കര അമ്മയെ ഒന്ന് കണ്ട് ദർശന സായുജ്യം നേടി തിരിച്ചു പോവുക എന്ന ആ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ ഭാഗമായി എത്തിയ ആളുകളാണ്. അവരെല്ലാവരും തന്നെ വളരെ നേരത്തെ, ഇന്നലെ തന്നെ ഈ ക്യൂവിൽ ഇടം പിടിച്ച ആളുകളുണ്ട്. സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ. വലിയ ഒരു ചരിത്രം, ഐതിഹ്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് ചോറ്റാനിക്കര ക്ഷേത്രം. അവിടെ വില്യമംഗലം സ്വാമിയാർക്ക് ചോറ്റാനിക്കര അമ്മ ദർശനം നൽകിയതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കും ഐതിഹ്യത്തിലുമാണ് മകംതൊഴൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മകംതൊഴലെങ്കിൽ പോലും ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് ആലുവ. എപ്പോൾ എത്തി ഇവിടെ? ഞങ്ങള് ഒരു 6:45 എത്തി. ആദ്യം തന്നെ ദർശനം നടത്തിയില്ല. ഇവിടെ ഞങ്ങള് 2 മണിക്ക് നട തുറക്കുന്ന ഒരു സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അമ്മയെ കാണണം, തൊഴണം, അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണം. എല്ലാ വർഷവും വരുന്ന ഒരാളാണോ? എല്ലാ വർഷമല്ല, ഞാൻ ആദ്യമായിട്ട് വരുന്ന എന്റെ കൂട്ടുകാരികള്. ശരി. എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണോ അതോ? അല്ല, ഞാൻ ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ്. അതെ. ഓരോ തവണയും അടുത്ത തവണ ചോറ്റാനിക്കര അമ്മയെ ഒരിക്കൽ കൂടി ഈ ഒരു മകന്നാളിൽ ദർശിക്കാനുള്ള വലിയൊരു ആഗ്രഹമായിട്ടല്ലേ ഓരോ തവണയും എത്തിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ചാൽ അത് അതുപോലെ നടക്കുന്ന അത്രയും വിശ്വാസമാണ്. എത്ര കിട്ടിയാലും അമ്മയുടെ അനുഗ്രഹം നമുക്ക് മതിയാവില്ല. അതെ. നേരത്തെ തന്നെ ഇവിടെ വന്ന് ക്യൂവില് ഇടം പിടിച്ചു. അതെ. ഇവിടെ അമ്മനാരായണ മന്ത്രങ്ങളെല്ലാം ചോദിച്ച് അല്ല നിൽക്കുക. 7ാമത്തെ വർഷമാണ് വരുന്നത് അല്ലേ? ഓരോ വർഷം തോറും നമ്മുടെ ഇവിടെ വന്ന് വെളുപ്പിന് 1:30 പോന്നു വീട്ടിൽ നിന്ന്. ഇവിടെ എത്തിയപ്പോ 3 മണി. ഇവിടെ പാരായണമൊക്കെ ചെയ്ത് അങ്ങനെ 2 മണി നട തുറക്കുന്ന സമയം വരെ ഇവിടെ ഇരുന്ന് ഏറ്റവും ആദ്യം തന്നെ അമ്മയെ ദർശിക്കുക, നട തുറക്കുന്ന സമയത്ത് തന്നെ ദർശിക്കുക എന്നത് തന്നെയാണ്. വിനോദ്, ഇവിടെ എത്തിയ വിശ്വാസികൾ, സ്ത്രീജനങ്ങൾ, അവരെല്ലാവരും തന്നെ വളരെ നേരത്തെ തന്നെ ഈ ഒരു ക്യൂവിൽ ഇടം പിടിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അവരെ സംബന്ധിച്ചിടത്തോളം നട തുറക്കുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മകംതൊഴലിനായി ദേവിയുടെ നട തുറക്കുന്നത്. സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയെ ആ ഒരു സമയം ദർശിക്കുക എന്നത് അവരുടെ ജീവിതാഭിലാഷം തന്നെയാണ്. ഓരോ തവണയും അത്തരത്തിൽ അവരുടെ ജീവിത അഭിലാഷങ്ങൾ നിറവേറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഓരോ വർഷവും ചോറ്റാനിക്കര അമ്മയുടെ അടുത്തേക്ക് എത്തി അമ്മയെ ദർശിച്ച് മടങ്ങുക എന്നത് തന്നെയാണ് ഓരോ ആളുകളുടെയും ആഗ്രഹം. പലരും വളരെ വർഷങ്ങളായി വരുന്ന ആളുകളുണ്ട്. പിന്നീട് ഈ തവണ ആദ്യമായി വന്ന ആളുകളെല്ലാം തന്നെയുണ്ട്. എവിടുന്നാ അമ്മ വരുന്നത്? പാലക്കാട് വരുന്നത്. 4 വർഷമായി വരുന്നു. 4 വർഷമായിട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷം. അമ്മയെ സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ഇന്ന് കാണുന്നത്. അതെ. എന്താണ് ആ ഒരു മനസ്സിലുള്ള ഇത്ര ഒരു അവസരം? കാത്തിരിപ്പാണല്ലോ. അതിനെന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഏറ്റവും ആദ്യം തന്നെ ദർശനം നടത്താൻ പറ്റട്ടെ. ഇപ്പോൾ നമ്മൾ കണ്ടത് വിനോദ് പാലക്കാട് നിന്ന് എത്തിയ ആളുകളാണ്. ഇതുപോലെ പാലക്കാട് നിന്ന് എന്ന് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും, തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള വിശ്വാസികളായ സ്ത്രീജനങ്ങൾ, അവർക്ക് ചോറ്റാനിക്കര അമ്മയെ ഒന്ന്, സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയെ ദർശിച്ച് പ്രാർത്ഥനാ സായുജ്യം നേടി മടങ്ങണം എന്നത് തന്നെയാണ്. നല്ല കൊല്ലം വരുന്നുണ്ട്. വലിയൊരു ആളുകളായിട്ടാണോ വരുന്നത്? കുറെ ആൾക്കാരുണ്ട്. ഒരു വണ്ടി വിളിച്ചു വന്നിരിക്കുന്നത്. 17 ആളുണ്ട്. 17 ആളുണ്ട് അല്ലേ?
ഓരോ തവണയും നമുക്ക് അടുത്ത തവണ വരണം എന്നുള്ള ഒരു ആഗ്രഹം പിന്നെ അങ്ങനെ എല്ലാ കൊല്ലം വരാറുണ്ട് ഞങ്ങള് വീണ്ടും വീണ്ടും വരുവാൻ തോന്നുന്നു. അമ്മയെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് എല്ലാ കൊല്ലം. ഈ എല്ലാത്ത സമയങ്ങളിലും ദർശനത്തിന് വരാറുണ്ടോ? ഇല്ല, ഇതിന് വരാറുണ്ട്. മകൻതൊഴിലാണ് പ്രധാനമായിട്ടും. അതാണ്. വിനോദ് ഈ പറഞ്ഞതുപോലെ തന്നെ മകൻതൊഴിൽ ദർശനമാണ് ഇവിടെ ചൊട്ടാനിക്കര അമ്മയുടെ മകൻതൊഴിൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ ഒരു സമയത്ത് ദർശനം നടത്തി പുണ്യം നേടുക, അനുഗ്രഹങ്ങൾ നേടുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചു. 1 മണിക്ക് ക്ഷേത്ര നട അടയ്ക്കും. ഈ ഒരു ചടങ്ങുകൾക്ക് വേണ്ടി ക്ഷേത്ര നട അടയ്ക്കും. ആ ഒരു 1 മണിക്കാണ് അടയ്ക്കുക. 1 മണിക്ക് അടച്ചതിന് ശേഷം 1 മണിക്കൂർ നേരം അമ്മയുടെ ഉടയാഭരണങ്ങളെല്ലാം തന്നെയാണ് ഇനി സർവാഭരണ വിഭൂഷിതയായി അമ്മയെ ഒരുക്കിയതിന് ശേഷം കൃത്യം 2 മണിക്ക് നട തുറക്കും. ആ ഒരു ശുഭ നിമിഷത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലാണ് എവിടെയും അമ്മേ നാരായണ, ദേവീ നാരായണ മന്ത്രങ്ങൾ മുഖരിതമാണ്. ഈ ഒരു ചൊട്ടാനിക്കര ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളെല്ലാം തന്നെ ഓരോ ഭാഗത്ത് ഇതിപ്പോൾ അമ്പലത്തിലേക്കുള്ള മുൻവശത്ത് ഉള്ള ഭാഗമാണ്. ഇതടക്കം സ്ത്രീകൾക്ക് പ്രത്യേകമായി തന്നെ ക്യൂ ഉണ്ട്. പുരുഷന്മാർക്കും ഒപ്പം വരുന്ന സ്ത്രീകളെക്കായി പ്രത്യേക ക്യൂ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വലിയ ഒരു സൗകര്യങ്ങളും എല്ലാം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. 900ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയുടെ ഭാഗമായി ഇവിടെ എല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. പല ഭാഗത്തു നിന്ന് എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഇടവനക്കാട് വൈപ്പിൻ എന്നാണ്. എങ്ങനെയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സുകളിലുള്ള ചൊട്ടാനിക്കര അമ്മയെ എങ്ങനെ? ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. ഒരു അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു അനുഭവങ്ങളിൽ നിന്ന് പറയാവുന്നത്? ചേച്ചി ഒരുപാട് വർഷമായി. എത്ര വർഷമായി വരുന്നു? ഇത് ഞാൻ 35 വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. 35 വർഷമായി? അതെ. മുടങ്ങാണ്ട് ഈ കൊല്ലം കൂട്ടി 35 വർഷമായി. അതെ. അമ്മയെ പ്രാർത്ഥിച്ചുള്ള ഒരു നല്ലത് എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ഈ കൊല്ലം വന്ന് മകൻ തൊഴുതു പോയാൽ പിന്നത്തെ കൊല്ലം നല്ലത് എനിക്ക് എന്തെങ്കിലും ആയിട്ട് കണ്ടിരിക്കും. വളരെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വിനോദ, അമ്മ പറഞ്ഞതുപോലെ തന്നെ ഒരു തവണ 35 വർഷമായി ചൊട്ടാനിക്കര അമ്മയെ മകന്നാളിൽ തൊഴാനെത്തുന്ന, മറ്റു ദിവസങ്ങളിൽ മാത്രമല്ല മകന്നാളിൽ തൊഴുക എന്ന ഒരു ജീവിത സാഫല്യം തന്നെ നേടിപ്പോകുന്ന ആളുകളാണ്. അവർ പറഞ്ഞത് ഓരോ വർഷവും, അതായത് ഇത്തവണ മകൻ തൊഴുത് മടങ്ങിയ ശേഷം അടുത്ത വർഷമാകുമ്പോൾ തന്നെ ആ ഒരു വർഷം എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് എനർജിയുടേതാണ്. തങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകുന്നതിൻ്റെയാണ്. എന്താണോ അമ്മയ്ക്ക് മുന്നിൽ തങ്ങൾ ഉയർത്തിയ അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അതിനെല്ലാം തന്നെ അമ്മ പരിഹാരം കാണുന്നുണ്ട്. ചൊട്ടാനിക്കര അമ്മ ആ പരിഹാരങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ പരിഹാരങ്ങൾ തങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമാണ് എന്ന് പറയുന്നത്. ആ ഒരു ഭക്തിയിൽ, ആ ഒരു വിശ്വാസ ലഹരിയിൽ തന്നെയാണ് ഓരോ ആളുകളും ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ചൊട്ടാനിക്കര അമ്മയെ ഒന്ന് നട തുറക്കുന്ന സമയത്ത് അമ്മയെ കാണണം. സർവാഭരണ വിഭൂഷിതയായ ചൊട്ടാനിക്കര അമ്മയെ ദർശിച്ച് അമ്മേ നാരായണ ദേവീ മന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ ചൊട്ടാനിക്കര അമ്മയെ ഒരു നോക്ക് ആ നട തുറക്കുന്ന സമയത്ത് തന്നെ അമ്മയെ കണ്ട് മടങ്ങണം. 9 മണി വരെയാണ് ദർശന സമയം. ആ ഒരു സമയത്തിനുള്ളിൽ അമ്മയെ ദർശിച്ച് ആ സായുജ്യ ദർശന പുണ്യം തന്നെ നേടി മടങ്ങുക. തങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയ്ക്ക് മുന്നിൽ അർപ്പിക്കുക. ഓരോരുത്തർക്കും ഓരോ ജീവിത പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ എല്ലാം തന്നെ അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു കരുത്ത്, ആ കരുത്തിലാണ് വിശ്വാസമുള്ളത്. അവിടെയാണ് ചൊട്ടാനിക്കര അമ്മ തങ്ങളെ കൈവിടില്ല, എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് തങ്ങൾക്ക് പിന്നിലുണ്ടാകുമെന്ന ആ ഒരു വിശ്വാസം അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. എല്ലാ ആളുകളും എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൊടുങ്ങല്ലൂർ വലപ്പാട് ഭാഗത്തു നിന്നാണ് വരുന്നത്. എല്ലാ തവണയും വരുന്നതാണോ? എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നുണ്ട്. എങ്ങനെയാണ് അമ്മയുടെ ഒരു കാണാനുള്ള കാത്തിരിപ്പാണ്? ഇനി മണിക്കൂറുകൾ നീണ്ടൊരു കാത്തിരിപ്പാണ്. നീണ്ടൊരു കാത്തിരിപ്പാണ് ഇനി. അതിലേക്കുള്ളതാണ്. അതുവരെ ഇപ്പോ സഹസ്രനാമങ്ങളിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. മോളെ പേരെന്താ? മോളെ കഴിഞ്ഞ തവണയൊക്കെ വന്നായിരുന്നോ? ചൊട്ടാനിക്കര അമ്മയെ കണ്ടു, തൊഴുതു, പ്രാർത്ഥനയൊക്കെ നടത്തി. എവിടെ സ്ഥലം പറഞ്ഞത്?
മുതിർന്നവർ മാത്രമല്ല, അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകൾ മാത്രമല്ല, കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ അവരുടെ പ്രാർത്ഥനകളുമായി ആ ഒരു ദർശന പുണ്യത്തിനായി തന്നെ ഇവിടെ എത്തിയ ആളുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരല്ല. തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ആളുകളെ കണ്ടു, നമ്മൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ ഒരു നീണ്ട ക്യൂവിൽ വളരെ നേരത്തെ ഇടം പിടിക്കുമ്പോൾ അവരെ സംബന്ധിച്ചെല്ലാം തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ചോറ്റാനിക്കര അമ്മയെ ദർശിച്ചു മടങ്ങണം. ആ ഒരു തിരക്ക് നിന്ന് ചോറ്റാനിക്കര അമ്മയെ ദർശിച്ചു മടങ്ങണം എന്നത് തന്നെയാണ് പറയുന്നത്. എവിടുന്ന വരുന്നത്? ഞങ്ങൾ കോട്ടായിന്ന്, പാലക്കാട് കോട്ടായി. എങ്ങനെ ഒരുപാട് പേരുണ്ടോ? നമ്മൾ ഉണ്ട്, ഒരു ട്രാവലറിലാണ് വന്നത്. 20 പേരുണ്ട്. 20 പേരുണ്ട്. മകൻ തൊഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ്. വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ മകൻ തൊഴുകാൻ വന്നിട്ടില്ല. സാധാരണ വന്നിട്ടുണ്ട്. മകൻ തൊഴുകാൻ ആദ്യമായിട്ട് വരികയാണ്. അമ്മയുടെ ഒരു അനുഗ്രഹത്തെ കുറിച്ചും അല്ലെങ്കിൽ അമ്മയുടെ ചരിത്രത്തെ കുറിച്ചൊക്കെ അവിടേക്ക് ഒരുപാട് പ്രശസ്തമല്ലേ? അതെ, പ്രശസ്തമാണ്. നല്ല എല്ലാ ആൾക്കാർക്കും നല്ലൊരു പ്രശസ്തിയും ഒക്കെ ഉണ്ട്. നല്ലൊരു തന്നെയാണ്. ചൈതന്യമുള്ള അമ്മയുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നതാണ്. ചൈതന്യം നിറഞ്ഞ അമ്മയെ ആ ഒരു സമയത്ത് തന്നെ കാണാനുള്ള അനുഭവം ഞങ്ങൾക്ക് കിട്ടട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ പറയുന്ന എല്ലാവരും പറയുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ. വിനോദ്, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ മന്ത്ര മുഖരിതം തന്നെയാണ് ഈ ഒരു അന്തരീക്ഷമെല്ലാം എന്ന് പറയുന്നത്. കാരണം അവരുടെ ചുണ്ടുകളിൽ ഈ ഒരു മന്ത്രവും ചൊല്ലി 2 മണി വരെ, അതായത് ചോറ്റാനിക്കര മകം തൊഴൽ തുടങ്ങുന്നത് വരെ ആ ഭക്തർ അവിടെ ഇങ്ങനെ ഇരിക്കും. എത്രയോ ദൂരദേശങ്ങളിൽ നിന്ന് രാവിലെ തന്നെ വന്ന് ക്യൂവിൽ ആദ്യം ഇടം പിടിക്കാൻ. കാരണം ആ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ദർശനം നടത്താനായാൽ അത്രയും നല്ലത് എന്ന് കരുതുന്നു ഭക്തർ. അതുകൊണ്ടാണ് അത്ര നേരത്തെ വന്നവർ ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കേരളത്തിലെ സ്ത്രീകളെല്ലാവരും ഈ 2 കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആറ്റുകാൽ പരിസരത്ത് ചിലർ ഈ ചോറ്റാനിക്കര മകം തൊഴുത ശേഷം അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് പൊങ്കാലയിടുന്ന സ്ത്രീകളും ഉണ്ട്. അതിനൊക്കെ സമയവും അതിനൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ ചോറ്റാനിക്കര അന്ന് മകം തൊഴാനല്ല, മകം റിപ്പോർട്ട് ചെയ്യായിരുന്നു. ചോറ്റാനിക്കര മകം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് വൈകിട്ട് ട്രെയിനിൽ കയറി ഇവിടെ വന്ന് പൊങ്കാലയിട്ടിട്ടുണ്ട്. അത് രണ്ടും ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്, അനുഭവമാണ്. വളരെ പ്രയാസം അനുഭവിച്ചാണ്. നമുക്കറിയാം, ഈ മകം തൊഴാൻ നിൽക്കുന്ന ആളുകളും ഈ കടുത്ത ചൂടും വെയിലും എല്ലാം അവഗണിച്ച് അവർ ആ പ്രയാസങ്ങളെല്ലാം സഹിച്ച് ഭഗവതിയെ തൊഴാൻ വേണ്ടി നിൽക്കുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോഴേ റോഡിൽ പാതയോരങ്ങളിൽ സ്ത്രീജനങ്ങൾ ഇവിടെ തലസ്ഥാനത്ത് അടുപ്പ് കൂട്ടി കിടന്നുറങ്ങുന്നു. അവിടെയാണ് കിടന്നുറങ്ങുന്നത്. അവർക്ക് പ്രത്യേക വീടുകളോ ഒന്നും ആവശ്യമില്ല. അവർ പൊങ്കാല വഴിപാട് അർപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ എല്ലാം മറന്ന് നമ്മുടെ അനന്തപുരിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പങ്കുവച്ചത്.